Hey guys, a very good morning and welcome back to my YouTube channel. സമയം 3:37 ആയി. നമുക്ക് പല്ല് തേച്ചിട്ട് ഫ്രഷായി ഡ്രസ്സ് മാറിയിട്ട് പോകണം. ഫ്രഷായിട്ട് വരാം. കാര്യം കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ളൊരു ഇൻട്രോ ഒക്കെ തന്ന് ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഉറക്കപ്പിച്ചുള്ള മോന്തയും ആ സൗണ്ടും കൂടെ കേട്ടപ്പോഴത്തേക്ക് എൻ്റെ ഇപ്പോൾ ഉള്ള ഉഷാറും കൂടെ പോയി. അതുകൊണ്ട് ഞാൻ ഓർത്തു ഒരു സ്ലോ പേസിൽ തന്നെ അങ്ങ് തുടങ്ങാമെന്ന്. അതാണ് തുടക്കത്തിലൊരു അടഞ്ഞ ഗുഡ് മോർണിംഗ് നിങ്ങൾ കേട്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിനാണ് ഞാൻ ഈ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ 3:30 ഞാൻ വെറുതെ പറഞ്ഞല്ല, ശരിക്കും 3:30 തന്നെയാട്ടോ ഞാൻ എണീറ്റ് ഒരുങ്ങി അക്കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഒരുക്കപ്പരിപാടികളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചു വെളുപ്പാങ്കാലം ആയതുകൊണ്ട് തന്നെ വലിയ കലാവിരുതുകളിലോട്ടേക്കൊന്നും ഞാൻ പോയില്ല. പിന്നെ എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ വലിയ രീതിയിലൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ജസ്റ്റ് കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ മുടി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അന്ന് ഞാൻ തല കുളിച്ചില്ല. അങ്ങനെ തല കുളിക്കാത്ത ദിവസങ്ങളിലൊക്കെ എൻ്റെ മുടി എന്നോട് വളരെ നല്ല രീതിയിൽ സഹകരിക്കാറുണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രഭാതം പൊട്ടിവിടുന്ന കാനഡയുടെ ഭംഗി ഒന്ന് കാണിച്ചു തരട്ടെ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതൊക്കെ ഞാനും ഇപ്പോഴാണ് കാണുന്നത്. കാരണം രാവിലെ എണീറ്റ് പണിക്ക് പോകുന്നതെന്നല്ലാതെ ഇങ്ങനൊരു റോഡ് ട്രിപ്പൊന്നും ഞാൻ പോയിട്ടില്ല. സോ ഇതെനിക്കും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പോകേണ്ട ദൂരൊരാളും ഒട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ഓൾമോസ്റ്റ് 7:45. സ്റ്റിൽ ഞാൻ ക്യാബിലുള്ളത്. ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാറിൽ നിന്ന് പറഞ്ഞ ഉദ്ദേശം, പക്ഷേ എനിക്ക് ഓഡിയോ അത്ര ക്ലിയർ ആവുമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓൾമോസ്റ്റ് 1 hourനുള്ളിൽ എത്തുമായിരിക്കും. അപ്പോൾ എന്തിനാ പോകുന്നത്, എവിടെയാണ് പോകുന്നതെന്നൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ ട്രാവൽ ചെയ്തത് കെലോന എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടേക്കാണ്. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന വാൻകൂവർ എന്ന് പറഞ്ഞോടത്തുനിന്ന് ഒരു 3.5 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എനിക്കിതിവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. പക്ഷെ പ്രശ്നം ഇതൊന്നുമല്ല. ഇൻ്റർവ്യൂ 2 മണിക്കാണ്. ഞാനിപ്പോൾ ഇവിടെ 8:10 ആയിട്ടുള്ളൂ. ഇനി ഓൾമോസ്റ്റ് ഒരു 5.5-6 മണിക്കൂർ ഞാൻ ഇങ്ങനെ പോസ്റ്റാണ്. എനിക്ക് ഇൻ്റർവ്യൂ ഉള്ള ഹോൾ ഇതാണ്. പക്ഷേ ഇത് തുറന്നിട്ട് പോലും ഇല്ല. ഇവിടെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുള്ളൂ. സോ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് പറയാം, ഇല്ലെങ്കിൽ ആൾക്കാർ ശരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഒരു റൈഡ് എടുത്തിട്ടാണ്. അതായത് നമ്മുടെ ഇവിടെ ഈ ഊബറൊക്കെ പോലെ തന്നെ പോപ്പ റൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ടേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആൾക്കാർക്ക് ലിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുണ്ട്. ഫ്രീ ആയിട്ടൊന്നുമല്ല, ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഊബറിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ബാക്കി ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഏത് സ്ഥലത്തോട്ടേക്ക് എപ്പോഴാണ് പോകേണ്ടതെന്നൊക്കെയുള്ള രീതിയിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള റൈഡ്സ് ഉണ്ടാവും. നമുക്കത് ഓപ്റ്റ് ചെയ്തിട്ട് അവർ നമ്മളെ ആ ലൊക്കേഷനിൽ നിന്ന് പിക്ക് ചെയ്ത് നമുക്ക് എവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് ഓൾമോസ്റ്റ് അടുത്താണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വന്നത്. എനിക്ക് ഉച്ചയ്ക്ക് എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ സ്ഥലത്തോട്ടേക്ക് ആകെ ഇന്ന് വെളുപ്പിന് 4:45 റൈഡ് ഉണ്ടായുള്ളൂ. പിന്നെ ഉള്ളത് വൈകുന്നേരം എത്തിയിട്ട് കാര്യമില്ല. എനിക്ക് 2 മണിക്കല്ല ഇൻ്റർവ്യൂ. പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്ത് പോന്നു. അപ്പോൾ 5.5 മണിക്കൂർ ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പോയിട്ടൊരു കാപ്പിയൊക്കെ കുടിച്ച് പതുക്കെ അങ്ങനെ സ്ഥലമൊക്കെ കണ്ടിരിക്കാമെന്ന് ഓർക്കുന്നു. മഴ പെയ്യാണ്ടിരുന്നാൽ മതി എന്നുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല മൂടലുണ്ട്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടു. ഓക്കെ, അപ്പം ഇപ്പം നമുക്ക് ടിം ഹോട്ടൻസിൽ പോവാം. ഞാനപ്പോൾ മാപ്പ് ഇടുക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഞാനങ്ങനെ നടന്ന് ടിമ്മിലെത്തി. ഒരു 10-14 മിനിറ്റ് നടന്നു. പിന്നെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബസ്സൊന്നും എടുത്തില്ല. അങ്ങനെ ടിമ്മിലെത്തി ഒരു കോഫിയും
ഒരു റാപ്പ് മേടിച്ചു, കഴിച്ച് പതുക്കി ഇഷ്ടംപോലെ സമയമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം, നല്ല വിശപ്പുണ്ട്. ഓക്കെ, കഴിച്ചിട്ട് വരാം. ടിമ്മിലെ കോഫി കൂടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ രാവിലെ ഒരു 8:30 ആയപ്പോൾ ടിമ്മിലെത്തിയത്. ഇപ്പോൾ ഒരു 12:53 അത്രയും നേരം കൊണ്ട് ആ കോഫിയും സാൻഡ്വിച്ചും കഴിച്ച് ഫോണൊക്കെ തോണ്ടി ഞാൻ അവിടെ ഇരുന്നു. നമുക്ക് സമയം എങ്ങനെയും കളയണമല്ലോ. പിന്നെ വേറെ 1-2 സ്ഥലത്ത് പോയിട്ട് റെസ്യൂമേസ് ഒക്കെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് മഴ ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്ത് ബെഞ്ചുണ്ട് അവിടെ. പക്ഷേ മഴ ആയതുകൊണ്ട് കണ്ടോ, ഞാൻ അവിടെ ഇരുന്നുകൊണ്ടിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. പക്ഷെ മഴ ഉള്ളതുകൊണ്ട് കുടയുണ്ട് എൻ്റെ കയ്യിൽ. എന്നാലും കുട പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ കയറി നിൽക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇൻ്റർവ്യൂ നടക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ നേരത്തെയാണ്, എനിക്ക് 2 PM, ഇനി 1 more hour ഉണ്ട്. പക്ഷെ അവർ ടൈം ബേസിസിലാണ് വിളിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കയറി ചെന്നിട്ടും കാര്യമില്ല. അപ്പോൾ 1 മണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഓർത്തു. ഇൻ്റർവ്യൂ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. റിസൾട്ട്സ് ഒന്നും അറിയില്ലായിരിക്കും. എന്തായാലും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നത് ഞാൻ പറയാം. ഓക്കെ, ഇൻ്റർവ്യൂ അങ്ങനെ കഴിഞ്ഞു. അധികം നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. പറഞ്ഞതിൽ, ക്വസ്റ്റ്യൻസ് ചോദിച്ചതിലും പറഞ്ഞതിലും ഞാൻ കോൺഫിഡൻ്റ് ആണ്. ബാക്കിയൊക്കെ അവരൊരു 1 വീക്കിനുള്ളിൽ സെലക്ട് ആവുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ പരിപാടിയൊന്നുമില്ല. ഇനി 3 hours കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകാനുള്ള ക്യാബ് ഉള്ളൂ. അപ്പോൾ ഇനി 1-2 സ്ഥലത്തും കൂടെ കയറി കുറച്ച് റെസ്യൂമേസ് ഒക്കെ ഡ്രോപ്പ് ചെയ്ത് ഫുഡ് കഴിക്കണമെങ്കിൽ, വലിയ വിശപ്പില്ല, കഴിക്കണമെങ്കിൽ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. നല്ല ടയേർഡായി. പെട്ടെന്ന് മഴ കഴിഞ്ഞിട്ട് ഭയങ്കര വെയിലായി. അപ്പം പുറത്ത് അവിടെ ഇരിക്കാൻ ചെറുതായിട്ട് എനിക്ക് വിശപ്പ് തുടങ്ങി. ഞാൻ ഡോളറമ്മ എന്ന് പറഞ്ഞൊരു സ്റ്റോറിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് ടൈപ്പ് ഒരു സാധനം മേടിച്ചായിരുന്നു. പക്ഷെ അത് മധുരമായതുകൊണ്ട് നമുക്ക് വിശക്കുമ്പോൾ കഴിക്കുമ്പോൾ അത് ഒരു സുഖമില്ലാത്ത പോലെ. അതുകൊണ്ട് ഞാൻ സബ്വേ കയറി ഒരു സാൻഡ്വിച്ചും ഡ്രിങ്കൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. എനിക്കിനി ഇന്ന് തന്നെ ഞാൻ തിരിച്ച് പോവും. അപ്പോൾ തിരിച്ചുള്ള റൈഡ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാറിൽ തന്നെ പോകുന്നത്. അപ്പോൾ റൈഡ് ഒരു 5 മണിക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ 4 മണി, അല്ല 5 മണിയല്ല, 5:30 ഡ്രൈവ് വരിക. അപ്പോൾ 4 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു വെറുതെ ആ വെയിലത്ത് പോയി ഇരിക്കാനുള്ളത്. അന്ന് അവിടെ ഒന്നും ഇരിക്കാൻ സ്ഥലം മീൻസ് ആ മരത്തിൻ്റെ ചോട്ടിൽ അവിടെ ഇരിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ തന്നെ കഴിച്ചാലും അങ്ങനെ പെട്ടെന്ന് എണീറ്റ് പോകണമെന്നൊന്നുമില്ല. ഇവിടെ ഇരിക്കാനും നല്ല സുഖമുണ്ടല്ലോ. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഒരു 5:15 ഒക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ ഇറങ്ങാം എന്നോർത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാൻ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വരുന്നത്. കെലോനയിൽ അതൊരു BC തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് 2 വർഷം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ BC വരുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പം വാൻകൂവർ പോലെയല്ല ഇത്, ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലം പോലെയല്ല, നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് വാൻകൂവർ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ഒരു ആഷ്പുഷ്, അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെ പറയും. അതായത് കുറച്ചുകൂടെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചുകൂടെ വെൽ ഡെവലപ്ഡ് ആണ്. പിന്നെ നല്ല ക്രൗഡഡാണ്. അതായത് നല്ല സിറ്റി നല്ല ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ആൾക്കാരും റഷും ഉണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ എന്താ പറയുക, അത്രയ്ക്ക് ഇതല്ല, ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. അതായത് മെയിനായിട്ടും ഇതൊരു ലേക്കെന്നാണ് പറയുക, ലേക്കിൻ്റെ ഒക്കനാഗൻ അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത്. ആ ലേക്കിൻ്റെ ഭാഗമായിട്ടൊരു സിവിലൈസേഷൻ പോലെ ഡെവലപ്പായി വന്നൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ ഇന്ത്യൻസിനെ ഞാൻ ഭയങ്കര കുറവാണ് കണ്ടത്. ഒരു 95% വൈറ്റ്സിനെ തന്നെയാണ് മീറ്റ് ചെയ്തത്. ഇത്രയും നേരം ഞാൻ അതിലൂടെ ഇരുന്ന് തെരപ്പാൻ നടന്നിട്ടും ഇന്ത്യൻസിനെ കാണുന്നത് ഭയങ്കര റയറാണ്. അല്ലെങ്കിൽ നോർമലി കാനഡയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഇന്ത്യൻസ് മെയിൻലി പഞ്ചാബികളായിരിക്കും കൂടുതൽ. പക്ഷെ ഇവിടെ കുറവാണ് ഞാൻ കണ്ടത്. ഇനി എക്സാക്റ്റ് കെലോനയുടെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഞാൻ അറിയാൻ പറ്റില്ല. ഇത് വെസ്റ്റ് കെലോന എന്ന് പറഞ്ഞ ഏരിയ. പക്ഷെ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നല്ല സ്ഥലം, അങ്ങനെ ഭയങ്കര ക്രൗഡഡും ഇല്ല, എന്നാൽ തീരെ കൺട്രി സൈഡും അല്ല. അത്യാവശ്യം ഒരു എനിക്ക് നോർമലി ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റിയിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുമ്പം അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുന്നതൊക്കെ എന്തെങ്കിലും തീരെ നിവൃത്തികേടുണ്ടെങ്കിൽ മാത്രമേ പോകുള്ളൂ. അല്ലേ ഞാൻ ആരെങ്കിലും ഒരാളെ കൂട്ടുപിടിച്ചിട്ട് എപ്പോഴും പോകാറ്. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് ഞാൻ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോകുന്നതും ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ. പക്ഷേ അധികം ഭയങ്കര ക്രൗഡഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു കംഫർട്ട് സോൺ ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ മലയും കുറേ ലേക്കും അതും ഇതൊക്കെ ആയിട്ട് കാണാനും രസമുണ്ട്. കൊള്ളാം, നല്ല സ്ഥലം. ജോലി കിട്ടുവാണെങ്കിലും ഇവിടെ നിൽക്കാനൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ആൾക്കാരുടെ ബിഹേവിയർ അത് ഞാൻ പറയാം.
മോൺട്രിയൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി ഫ്രഞ്ച് സംസാരിക്കുന്ന അവിടുത്തെ ആൾക്കാരെല്ലാം മെയിൻലി ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫ്രഞ്ചാണ്. അപ്പം നമ്മൾ ഇപ്പോൾ പുറത്തുനിന്നുള്ള ഒരാൾ നമുക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പറയുമ്പോൾ അവിടുത്തെ മെയിനായിട്ടും എല്ലാവരും ഞാൻ പറയത്തില്ല, പക്ഷെ ഒരു മെജോറിറ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്കും നമ്മളോട് ഒരു പുച്ഛമായിരിക്കും. പുച്ഛം എന്നല്ല, അവർക്കൊരു ഇഷ്ടക്കേട് പോലെ. മെയിൻലി പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഫ്രഞ്ച് അറിയത്തില്ലെന്ന് പറയുമ്പോൾ അവർക്ക് അത്ര താല്പര്യം ഇല്ലാത്ത പോലെയാണ്. പിന്നെ ബിഹേവിയറൊന്നും ഭയങ്കര പൊളൈറ്റായിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ മീറ്റ് ചെയ്ത ആൾക്കാരുടെ പ്രത്യേകത കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുറേ സ്ഥലത്ത് ഇപ്പോൾ റെസ്യൂമേഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര നല്ല ബിഹേവിയർ കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. പിന്നെ പ്രത്യേകിച്ച് ഈ ഇന്ത്യൻസ് ഇവിടെ വന്നിട്ട് നമ്മുടെ കൾച്ചർ ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഈ വൈറ്റ്സിനൊക്കെ മൊത്തത്തിൽ നമ്മളെ കാണുമ്പോൾ വലിയൊരു സുഖമില്ലാത്ത രീതിയിലാണ് നോർമലി ഞാൻ പറഞ്ഞു കേട്ടെടുത്തോളും. പിന്നെ കുറേ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇത്രയും കുറച്ച് സമയം ഞാനിവിടെ സ്പെൻഡ് ചെയ്തുള്ളെങ്കിലും കണ്ടിടത്തോളം വെച്ച് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ കൊണ്ടുവരാൻ നോക്കുന്നത് അത് നമ്മുടെ കൾച്ചർ മോശമായതുകൊണ്ടല്ലോ കേട്ടോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. കാരണം നമ്മളൊരു വേറൊരു ഫോറിൻ കൺട്രി വന്നിട്ട് നമ്മുടെ കൾച്ചറോടെ ഇൻവെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ശരിയുള്ള കാര്യമല്ലോ. അങ്ങനെ നമ്മുടെ കൾച്ചറിനോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ കൺട്രിയിൽ തന്നെ നിൽക്കണം. അതായത് ഓരോ കൺട്രിക്കും അവരുടേതായ ഇതുണ്ടല്ലോ. ഇപ്പം നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ കൾച്ചർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. അതേപോലെ തന്നെ ഇവർക്കതൊരു ഭയങ്കര ഇഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും. വേറെ കൺട്രിയുടെ കൾച്ചറും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ വേറെ കൺട്രിയിലോട്ട് മൂവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ സെറ്റിൽ ആവുന്ന ആൾക്കാർ അതിനനുസരിച്ച് അഡാപ്റ്റ് ആവുക. അല്ലാണ്ട് നമ്മുടെ ഇത് ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടുത്തെ ആൾക്കാരോട് നേറ്റീവ്സിനോട് കാണിക്കുന്നൊരു മോശം പരിപാടിയല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മുടെ കൾച്ചർ ഒരിക്കലും മോശമല്ല. എല്ലാ കൾച്ചറിനും അതിൻ്റേതായ ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ പോയി ഉള്ള ബർഗറൊക്കെ കഴിച്ച്. ഈ ബർഗർ കഴിക്കുമ്പോഴോ സാൻഡ്വിച്ച് കഴിക്കുമ്പോഴോ ഏറ്റവും വലിയ പാടാണ് ലിപ്സ്റ്റിക്ക് എല്ലാം കൂടെ അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ സ്ട്രോയിൻ്റെ ചുറ്റും ലിപ്സ്റ്റിക്ക് എല്ലാം പോയി. അങ്ങനെ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് തിരിച്ചെനിക്ക് വീട്ടിലോട്ടേക്ക് പോകാനുള്ള ക്യാബ് വരുന്ന സ്ഥലത്തോട്ടേക്കാണ്. ഒരു 5:30 ഒക്കെ ഇപ്പോൾ ആൾ വന്ന് തന്നെ പിക്ക് ചെയ്തു. ഇപ്പം ഞാൻ നിൽക്കുന്ന വാൻകൂവറിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ കാണാൻ നെക്സ്റ്റ് വ്ളോഗിന് വെയിറ്റ് ചെയ്യുക. അതുവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.